പെറുവിന്റെ തലസ്ഥാനമായ ലിമ നഗരം. ഇന്ന് വൈകുന്നേരം ഞാനിവിടെ എത്തിയതേ ഉള്ളൂ. നേരം രാത്രി 9 മണി കഴിഞ്ഞിരിക്കുന്നു. പ്ലാസ മായോർ എന്ന നഗരചത്വരത്തിന്റെ ഒരു ഭാഗത്ത് ആളുകൾ കൂടി നിൽക്കുകയാണ്. അവിടെ സ്റ്റേജിൽ ഒരു കലാപരിപാടി നടക്കുന്നുണ്ട്. വൈകുന്നേരം തുടങ്ങിയ കലാപരിപാടിയാണിത്. പ്ലാസ മായോറിലൂടെ ഒന്ന് ചുറ്റി നടന്ന ശേഷം സ്റ്റേജിനടുത്തേക്ക് വീണ്ടും എത്തിയതാണ് ഞാൻ. പരമ്പരാഗത പെറുവിയൻ വസ്ത്രം ധരിച്ച ഒരു കലാകാരിയും മറ്റൊരു പാട്ടുകാരിയും 2 പുരുഷന്മാരും പാട്ടുപാടി നൃത്തം ചെയ്യുന്നു. സായന്തനങ്ങളിൽ പ്ലാസ മായോറിൽ ഇത്തരം പരിപാടികൾ പതിവാണ്. ആഘോഷപ്രിയരാണല്ലോ ലാറ്റിൻ അമേരിക്കക്കാർ. പരിപാടി ഞാൻ കുറച്ചുനേരം കണ്ടുനിന്നു. ലാറ്റിൻ അമേരിക്കയിൽ ചെന്നിറങ്ങിയ ഒരു നഗരത്തിൽ നിന്ന് ആദ്യ ദിവസം തന്നെ ആഘോഷവും വിവാഹവുമെല്ലാം ക്യാമറയിലാക്കാനായിരിക്കുന്നു. പെറുവിന്റെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇതെല്ലാം തന്നെ. ഇവിടുത്തെ ജനം എങ്ങനെയാണ് കലയെ ആസ്വദിക്കുന്നത്, ഇവരുടെ ആഘോഷരാവുകൾ എങ്ങനെയാണ്, ജീവിതം എങ്ങനെയാണ് എന്നതെല്ലാം കണ്ടറിയുകയാണ് ഞാൻ. അന്തരീക്ഷത്തിൽ തണുപ്പിന്റെ കനം കൂടി വരികയാണ്. കലാകാരി ഇടയ്ക്ക് നന്ദി പറയുന്നു. അടുത്ത പാട്ടിലേക്ക് കടക്കുന്നു. ഗായികയുടെ പോസ്റ്ററുമായാണ് ചില ആളുകൾ നിൽക്കുന്നത്. ആളുകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. മഞ്ഞ ജാക്കറ്റ് അണിഞ്ഞവർ വോളണ്ടിയർമാരാണ്. ലാറ്റിൻ അമേരിക്കൻ ജീവിതത്തിന്റെ നേർചിത്രങ്ങളാണ് ഇതെല്ലാം. പലതരക്കാരായ ആളുകൾ, വലിയൊരു ജനക്കൂട്ടം തന്നെ കലാപരിപാടി ആസ്വദിക്കുന്നതിനായി തടിച്ചുകൂടിയിട്ടുണ്ട്. അവിടെ നിന്നും ഞാൻ നടത്തം തുടർന്നു. പ്ലാസ മായോറിന്റെ ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ നീണ്ട വരാന്തകളിലൂടെയുള്ള നടത്തം രസകരമാണ്. മാർബിൾ വിരിച്ച തറയും കമാനങ്ങളുമെല്ലാമായി ഒരു ക്ലാസിക് ഭാവമാണ് അതിനും. ഈ കെട്ടിടങ്ങളിൽ റെസ്റ്റോറന്റുകളും കച്ചവട കേന്ദ്രങ്ങളും മുതൽ ഗവൺമെന്റ് ഓഫീസുകൾ വരെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കെട്ടിടത്തിണ്ണകളിലൂടെ ഞാൻ കുറെ നേരം ചുറ്റി നടന്നു. പ്ലാസയിൽ നിന്ന് തുടങ്ങി സമീപത്തെ തെരുവുകളെ വരെ അതിരിടുന്ന മനോഹരമായ മന്ദിരങ്ങൾ. ഇവിടെ ഉള്ളിലേക്ക് നീണ്ടുകിടക്കുന്ന ചെറിയൊരു സ്ട്രീറ്റുണ്ട്. സാന്താ റോസ പാസേജ് എന്നറിയപ്പെടുന്ന ഗതാഗതം നിരോധിച്ചിരിക്കുന്ന ഒരു പാത. കല്ല് വിരിച്ച പാസേജിൽ നീളം ചാരുബെഞ്ചുകൾ. അതിലൊന്നിൽ ഒരു വധുവിനെ ഇരുത്തി ഫോട്ടോകൾ പകർത്തുകയാണ് ചിലർ. നേരം 9:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ നേരത്തും ഇവിടെ വിവാഹത്തിന്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നു. ഇന്നിവിടെ കുറെ കല്യാണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് തോന്നി. നേരത്തെ പാരീഷ് ചർച്ചിന് മുന്നിലും ഒരു വിവാഹ സംഘത്തെ ഞാൻ കണ്ടിരുന്നു. ലിമയിലെ സാമൂഹിക ജീവിതത്തിന്റെ കാഴ്ചകൾ തന്നെയാണ് ഇതെല്ലാം. നടത്തം തുടരുമ്പോൾ സാന്താ റോസ പാസേജിന്റെ ഓരത്ത് വഴിയിലേക്ക് ഇറക്കിയിട്ട മേശകസേരകളുള്ള റെസ്റ്റോറന്റുകൾ കാണാം. ഞാൻ നേരത്തെ സന്ദർശിച്ച റെസ്റ്റോറന്റിനേക്കാൾ അല്പം കൂടി ആഠ്യത്വമുള്ളവയാണ് ഇത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ചെലവും കൂടുതലായിരിക്കും. മദ്യവും ബിയറും വൈനുമെല്ലാം ലഭിക്കും ഇത്തരം റെസ്റ്റോറന്റുകളിൽ. ഞാൻ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് 35 മണിക്കൂറിലേറെയായി. നല്ല ക്ഷീണമുണ്ട്. നന്നായി ഒന്നുറങ്ങിയിട്ട് ദിവസങ്ങളായി. അതിനാൽ ഇനി അധിക നേരം നഗരത്തിൽ ചുറ്റിക്കറങ്ങേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. നേരം 10 മണിയാകാറായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്ലാസ മായോറിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞിട്ടില്ല. പുലരും വരെ ചത്തുരത്തിൽ ആൾത്തിരക്കുണ്ടാവും. അതുവരെ അവിടെ ചുറ്റിത്തിരിയേണ്ടതില്ലെന്ന് തീരുമാനിച്ച് ഞാൻ ഹോട്ടലിലേക്ക് നടന്നു. ഇക്കാണുന്നത് ഇവിടുത്തെ പ്രശസ്തമായ യൂണിയൻ ക്ലബ്ബാണ്. ഇതിന്റെ മുകൾ നിലയിൽ ഒരു നൈറ്റ് ക്ലബ്ബുമുണ്ട്. യൂണിയൻ ക്ലബ്ബിന് തൊട്ടടുത്തു തന്നെയാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. പ്ലാസ മായോറിലേക്ക് വന്നു ചേരുന്ന ഈ സ്ട്രീറ്റിന്റെ ഓരത്താണ് ഹോട്ടൽ പ്രവർത്തിക്കുന്ന കെട്ടിടം.
പ്ലാസയിൽ നിന്നും ഏതാനും മീറ്റർ മാത്രം അകലെയാണത്. ഞാനിവിടെ മുറിയെടുക്കാനുള്ള കാരണവും അതുതന്നെ. ഹോട്ടൽ പ്ലാസ മായോർ എന്നാണ് ഇതിന്റെ പേരു തന്നെ. ഇടുങ്ങിയ ഗോവണികളും ഇടനാഴികളും മുറികളുമൊക്കെയാണെങ്കിലും വൃത്തിയും ഭംഗിയുമുണ്ട്. ഒരു രാത്രിക്ക് 4000 രൂപയിലേറെയാണ് വാടക. അടുത്ത ദിവസം രാവിലെ 8 മണിയായപ്പോൾ തന്നെ ഞാൻ തെരുവിലേക്കിറങ്ങി. ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി പോലീസ് തെരുവിനെ ബന്ദോബസ്താക്കിയിരിക്കുന്നതാണ് കാഴ്ച. പോലീസ് വാഹനങ്ങൾ നിരന്നു കിടക്കുന്നു. മറ്റു ഗതാഗതമെല്ലാം നിരോധിച്ചിരിക്കുകയുമാണ്. ഒരു കലാപത്തിന്റെ സൂചനയാണോ എന്ന് ഞാൻ സംശയിച്ചു. ഒരു ഭാഗത്ത് ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് കാവൽ നിൽക്കുന്നു. അല്പം കഴിഞ്ഞാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. ഇന്നിവിടെ ഒരു സൈക്ലിംഗ് മത്സരം നടക്കുന്നുണ്ട്. അതിന്റെ പ്രധാന ട്രാക്ക് പ്ലാസ മായോറിലാണ്. അതുകൊണ്ടാണ് ചത്തുരത്തിനു ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവർ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഫോട്ടോഗ്രാഫർമാരും ഒഫീഷ്യലുകളും ഒഴികെ ആരെയും സ്ക്വയറിലേക്ക് കടത്തിവിടുന്നില്ല. ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ വരാന്തകളിലൂടെ നടക്കാം. ഇന്നലെ രാത്രിയിൽ ഞാൻ പ്ലാസ മായോർ വിശദമായി കണ്ടതാണ്. കൂടുതൽ മത്സരാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരമാണ്. ലോകത്തെ പല നഗരങ്ങളിലായി നടക്കുന്ന അയൺമാൻ റേസിന്റെ ഭാഗമായുള്ള മത്സരം. സ്ക്വയറിന്റെ ഒരതിരിൽ ഇന്നലെ രാത്രിയിൽ എനിക്ക് ചിത്രീകരിക്കാൻ കഴിയാതിരുന്ന ഒരു ബൃഹത് മന്ദിരമുണ്ട്. പലാസിയോ ഡി ഗോബിയർണോ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന മന്ദിരം. പെറുവിയൻ ഗവൺമെന്റിന്റെ ആസ്ഥാനവും പ്രസിഡന്റിന്റെ കൊട്ടാരവും അതാണ്. ഇത് ലിമയുടെ മുനിസിപ്പൽ ആസ്ഥാനമാണ്. അതിന്റെ ചുവരിൽ പെറുവിന്റെ സ്വാതന്ത്ര്യ സ്മാരക ഫലകം. 1821 ജൂലൈ 28 രാജ്യം സ്വതന്ത്രമായതിന്റെ സ്മാരകം. ഇതാണ് പ്ലാസ മായോറിന്റെ ഇന്നത്തെ പ്രഭാത കാഴ്ച. എല്ലായിടത്തും പോലീസുണ്ട്. പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് നഗരമെന്നു തോന്നും. ഞാൻ മുന്നോട്ട് നടന്നു. മൂടിക്കെട്ടിയ അന്തരീക്ഷം. പസഫിക് സമുദ്രത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം മൂടൽമഞ്ഞ് പതിവാണ്. നടന്നെത്തിയിരിക്കുന്നത് പ്ലാസ പെറു എന്ന ഒരു ചെറിയ ഭാഗത്തേക്കാണ്. പുഷ്പവാടിക്ക് നടുവിൽ ഒരു ഫൗണ്ടനും ഒരു കൊടിമരവുമെല്ലാമുള്ള ഭാഗം. 2003 ഈ ഭാഗം ഈ വിധം ക്രമീകരിച്ചത്. പെറുവിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന സ്ഥലം എന്ന നിലയിലാണ് ഇവിടം ഈ വിധം സജ്ജീകരിച്ചിരിക്കുന്നത്. നോക്കി നിൽക്കെ ടൂറിസ്റ്റുകൾ വന്നു നിറയുന്നു. വിവിധ ടൂറുകൾക്ക് ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നവർ. നേരം 9 മണിയാവുന്നതേയുള്ളൂ. അപ്പോഴേക്കും തന്നെ ചത്തുര പരിസരം ആളുകളെ കൊണ്ട് നിറഞ്ഞു തുടങ്ങി. ഇന്നലെ രാത്രി ഞാൻ ഇവിടെയെല്ലാം കണ്ടത് സ്വദേശികളെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കാണുന്നത് വിദേശികളായ ടൂറിസ്റ്റുകളെയാണ്. ഇവിടെ ഇങ്ങനെ മനോഹരമായൊരു കെട്ടിടമുണ്ട്. ഇതിവിടുത്തെ മുനിസിപ്പൽ പാലസ് ആണ്. 1932 നിർമ്മിതമായ ഈ മന്ദിരമാണ് മെട്രോപൊളിറ്റൻ മുനിസിപ്പാലിറ്റി ഓഫ് ലിമയുടെ ആസ്ഥാനം. 1548 മുതൽ തന്നെ ലിമ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനം ഇവിടെയായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. തുടർന്നുള്ള നൂറ്റാണ്ടുകൾക്കിടെ കെട്ടിടം പലതവണ മാറ്റിപ്പണിതെങ്കിലും മുനിസിപ്പൽ ആസ്ഥാനം ഇവിടെ തന്നെയായിരുന്നു. നിയോ ക്ലാസിക്കൽ ശൈലിയിൽ നിർമ്മിതമായ കെട്ടിടം. ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തുടരുകയാണ്. ജപ്പാനിൽ നിന്നുള്ള ഒരു സംഘമാണിത്. ജപ്പാൻകാർക്ക് പസഫിക് സമുദ്രം ക്രോസ് ചെയ്താൽ നേരെ പെറുവിലേക്കെത്താം. പെറുവിൽ മാത്രമല്ല, ലാറ്റിൻ അമേരിക്കയുടെ ഏതു വലിയ നഗരത്തിലും ടൂറിസ്റ്റുകളായി എത്തിയ ജാപ്പനീസ് സംഘങ്ങളെ ധാരാളമായി കാണാറുണ്ട്. ഇതാണ് ഗവൺമെന്റ് പാലസ്. പ്രസിഡൻഷ്യൽ പാലസ്, ഹൗസ് ഓഫ് പിസാറോ എന്നീ പേരുകളിലെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട്. മതിൽക്കെട്ടാണ് ഈ ഭാഗം. അതിനുള്ളിലാണ് കൊട്ടാരം. വേലിക്കെട്ടിനപ്പുറത്തേക്ക് സാധാരണ സന്ദർശകർക്ക് പ്രവേശനമില്ല. പാലസിന് മുന്നിലും ധാരാളം ടൂറിസ്റ്റുകൾ കൂടി നിൽക്കുന്നുണ്ട്. ലിമ നഗരത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾ ആദ്യം വരുന്നതും ഈ സ്ക്വയറിലേക്കാണ്. നഗരത്തിലെ ഏറ്റവും പ്രധാന സ്ക്വയറാണ് പ്ലാസ മായോർ.
അതിനാൽ ടൂറിസ്റ്റുകൾ ആദ്യം ഇവിടെ വന്ന് ഗവൺമെന്റ് പാലസും ലിമ കത്തീഡ്രലും മുനിസിപ്പൽ പാലസുമെല്ലാം കണ്ടതിനു ശേഷമാണ് ലിമ നഗരത്തിലൂടെയുള്ള യാത്രകൾ തുടങ്ങുക. ഇതാണ് ഗവൺമെന്റ് പാലസിന്റെ മുൻഭാഗം. റിപ്പബ്ലിക് ഓഫ് പെറുവിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പെഡ്രോ പാബ്ലോ കുഷിൻസ്കി ഇവിടെ ഇരുന്നാണ് രാജ്യം ഭരിക്കുന്നത്. പെറു സ്പാനിഷ് കോളനിയായ 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഭരണസിരാകേന്ദ്രം ഇവിടെയായിരുന്നു. പലതവണ പുതുക്കിപ്പണിതിട്ടുള്ള ബൃഹത്തായ ഈ കൊട്ടാരത്തിന്റെ ചരിത്രം 1535-ലാണ് ആരംഭിക്കുന്നത്. ഫ്രാൻസിസ്കോ പിസാറോ എന്ന സ്പാനിഷ് പര്യവേക്ഷകൻ ഇൻകാ സാമ്രാജ്യത്തെ തറപറ്റിച്ച് ലിമയിൽ കോളനിവൽക്കരണം ആരംഭിക്കുന്ന നാളുകളിൽ തന്നെ തുടങ്ങുന്നു ഈ കൊട്ടാരത്തിന്റെ ചരിത്രം. തുടർന്ന് ഈ പ്രദേശത്തിന്റെ ഗവർണറായ ഫ്രാൻസിസ്കോ പിസാറോ തന്റെ കൊട്ടാരമായാണ് ഈ മന്ദിരം നിർമ്മിക്കുന്നത്. ഇത് പ്രസിഡന്റിന്റെയും ഗവൺമെന്റ് പാലസിന്റെയും സുരക്ഷാ ചുമതലയുള്ള ഭടന്മാരാണ്. പെറുവിയൻ സൈന്യത്തിലെ പ്രസിഡൻഷ്യൽ ലൈഫ് ഗാർഡ് ഡ്രാഗൂൺസ് റെജിമെന്റ് എന്ന വിഭാഗമാണ് കാലങ്ങളായി ഇവിടുത്തെ കാവൽ ജോലികൾ നിർവഹിച്ചു വരുന്നത്. ഫ്രാൻസിസ്കോ പിസാറോയുടെ മരണശേഷം സ്പാനിഷ് വൈസ്രോയിമാരായിരുന്നു പെറുവിനെ ഭരിച്ചിരുന്നത്. ആദ്യ വൈസ്രോയിയായി 1572-ലെത്തിയ ഫ്രാൻസിസ്കോ ടൊളേഡോ മുതൽ 1821-ൽ സ്വാതന്ത്ര്യസമരത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ട വൈസ്രോയി വരെ വസിച്ചിരുന്നത് ഈ കൊട്ടാരത്തിലാണ്. പെറു സ്വതന്ത്ര റിപ്പബ്ലിക്കായ ശേഷം രാജ്യത്തിന്റെ ഭരണ നേതൃത്വം വഹിച്ച പ്രസിഡന്റുമാരുടെയെല്ലാം ഔദ്യോഗിക വസതിയും ഇതായിരുന്നു. ആഡംബരപൂർണമാണ് ഈ കൊട്ടാരത്തിന്റെ അകത്തളം. കമനീയമായി അലങ്കരിച്ച മുറികളും സെറിമോണിയൽ ഹാളുകളും നടുമുറ്റങ്ങളുമെല്ലാം അതിലുണ്ട്. കൊട്ടാരത്തിന്റെ ഒരു ഭാഗം പ്രസിഡന്റിന്റെയും കുടുംബാംഗങ്ങളുടെയും സ്വകാര്യ ഉപയോഗത്തിനായി മാറ്റിവച്ചിരിക്കുന്നു. ആ ഭാഗത്തിന് പ്രസിഡൻഷ്യൽ ഗാർഡ്സിന്റെ പ്രത്യേക കാവലുമുണ്ട്. കൊട്ടാരമുറ്റത്തു നിന്നും ഞാൻ നടത്തം തുടർന്നു. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ USA, യൂറോപ്പിലെ 10 രാജ്യങ്ങൾ, സ്കാൻഡിനേവിയ ആൻഡ് ബാൾട്ടിക്, ജപ്പാൻ ആൻഡ് കൊറിയ, ചൈന ആൻഡ് മംഗോളിയ, 5 ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഫോൺ 7591966600. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒരു ഭാഗത്ത് ഞാൻ ഇന്നലെ സന്ദർശിച്ച ലിമ കത്തീഡ്രൽ, അതിനോട് ചേർന്ന് തടികൊണ്ട് നിർമ്മിച്ച മട്ടുപ്പാവുള്ള ഭാഗം ആർച്ച് ബിഷപ്പിന്റെ കൊട്ടാരമാണ്. ഒരു കാലത്ത് രാജ്യഭരണ കാര്യങ്ങളിലെല്ലാം ലിമയിലെ ആർച്ച് ബിഷപ്പിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നഗരഹൃദയത്തിൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നിന്നും അധികം അകലെയല്ലാതെ ആർച്ച് ബിഷപ്പിനു വേണ്ടി കൊട്ടാരം പണിതത്. ഇപ്പോൾ ലിമ നഗരത്തിലെ ഏറ്റവും പ്രധാന ചത്തുരമായ പ്ലാസ മായോറിന്റെ ഏകദേശ രൂപം എനിക്ക് ഹൃദിസ്ഥമായി കഴിഞ്ഞു. ചത്തുരത്തെ അതിരിടുന്ന കെട്ടിടങ്ങളിൽ മിക്കതിലുമുണ്ട് മരം കൊണ്ടുള്ള മട്ടുപ്പാവ്. ഇത്തരം മട്ടുപ്പാവുകൾ ലിമയിലെ പ്രധാന നിർമ്മിതികളിലെല്ലാം കാണാം. തടികൊണ്ട് നിർമ്മിച്ച അടച്ചുകെട്ടിയ ബാൽക്കണി. അതിനുള്ളിലിരിക്കുന്നവരെ പുറത്തുള്ളവർക്ക് കാണാനാവില്ല. എന്നാൽ അകത്തിരുന്ന് പുറത്തെ കാഴ്ചകളെല്ലാം കാണാനാവും. ക്ലാസിക് ഭാവമുള്ള മന്ദിരങ്ങൾ. ബൃഹത്തായൊരു നഗരചത്വരം. ഇത്തരത്തിലുള്ള പല ചത്വരങ്ങളുണ്ട് ലിമയിൽ. 98 ലക്ഷം ജനം വസിക്കുന്ന മഹാനഗരമാണ് ലിമ. പെറുവിന്റെ തലസ്ഥാനം എന്നതിനൊപ്പം സാമ്പത്തിക വ്യാവസായിക കേന്ദ്രവുമാണിവിടം. 7000 ഫാക്ടറികളുണ്ട് ലിമയിൽ. രാജ്യത്ത് ഏറ്റവും അധികം അധോലോക സംഘങ്ങളുള്ള നഗരവും ഇതുതന്നെ. പ്ലാസ മായോറിനെ വേലികെട്ടി തിരിച്ചിരിക്കുന്നതിനാൽ ടൂറിസ്റ്റുകൾക്കിന്ന് സ്വതന്ത്രമായി അതിലെ ഒന്ന് നടക്കാനാവുന്നില്ല. നല്ല തണുപ്പുണ്ട്. 9 മണി കഴിഞ്ഞെങ്കിലും സൂര്യനെ കാണുന്നില്ല. ഇത് ഇവിടുത്തെ വളരെ പ്രാധാന്യമുള്ളൊരു കെട്ടിടമാണ്. കാസ ഡെൽ ഒയിഡോർ എന്നറിയപ്പെടുന്ന കെട്ടിടം. കൊളോണിയൽ കാലത്ത് മജിസ്ട്രേറ്റിന്റെ വീടായിരുന്നു ഇത്.
17-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഒരു റെസ്റ്റോറന്റും സുവനീർ കടയും മറ്റുമാണ് പ്രവർത്തിക്കുന്നത്. 1821 ജൂലൈ 28-ന് സ്പാനിഷ് പടയെ തോൽപ്പിച്ച് പെറുവിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ജനറൽ സാൻ മാർട്ടിൻ അന്ന് തന്നെ ഈ മന്ദിരത്തിൽ വന്ന് വിശ്രമിച്ചു എന്നാണ് ചരിത്രം. 1974-ൽ പെറുവിയൻ ഗവൺമെന്റ് ഇതിനെ ഹെറിറ്റേജ് ബിൽഡിംഗ് ആയി പ്രഖ്യാപിച്ചിരുന്നു. കാസ ഡെൽ ഒയിഡോറിന് നേരെ എതിർവശത്ത് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ ഒരു ഭാഗമാണ്. അതിന് നടുവിലൂടെ കിടക്കുന്ന ഈ പാത കരബായ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്നു. ഇതൊരു പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആണ്. ടൈൽ പതിച്ച് മനോഹരമാക്കിയ ഒരു സ്ട്രീറ്റ്. ഇടതുവശത്ത് ഗവൺമെന്റ് പാലസ്, വലതുവശത്ത് കൊളോണിയൽ കാലത്തിന്റെ ചരിത്രം സ്പന്ദിക്കുന്ന മറ്റു കെട്ടിടങ്ങൾ. ലിമയുടെ ഈ ഭാഗങ്ങളിലൂടെയെല്ലാം നടക്കുമ്പോൾ അതീവ ശ്രദ്ധയോടെ ഇവിടമെല്ലാം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. പെറുവിന്റെ ദാരിദ്ര്യമോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഈ പ്രദേശത്ത് പ്രകടമല്ല. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ധാരാളം കടകളുണ്ടിവിടെ. പെറൂവിയൻ ഗോത്രവർഗക്കാർ ആൻഡീസ് പർവ്വതത്തിലെ ഗ്രാമങ്ങളിൽ ഇരുന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് വിൽപ്പന വസ്തുക്കളിൽ കൂടുതലും. ഇടതുവശത്ത് ഇക്കാണുന്നതെല്ലാം ഗവൺമെന്റ് പാലസിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ ഈ തെരുവുകളിൽ ടൂറിസ്റ്റുകളെ മാത്രമേ കാണുന്നുള്ളൂവെന്ന് എനിക്ക് തോന്നി. ഇത് കൊട്ടാരത്തിന്റെ വടക്ക് കിഴക്കേ മൂലയാണ്. ഫ്രാൻസിൽ നിന്നും പോളണ്ടിൽ നിന്നുമുള്ള പ്രഗത്ഭരായ 2 ആർക്കിടെക്റ്റുമാരുടെ നേതൃത്വത്തിലാണ് 1937-ൽ ഈ കൊട്ടാരം ഈ വിധം സൗന്ദര്യവൽക്കരിച്ചത്. കടകളുടെ ഓരം പറ്റി ഞാൻ നടത്തം തുടർന്നു. ഗോത്രവർഗക്കാർ നെയ്തുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ, തുകൽ ചെരുപ്പുകൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ. അവയുടെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകാമെന്നാണ് തീരുമാനം. വലിയ തോതിൽ കച്ചവടം നടക്കുന്ന കടകൾ തന്നെയാണ് ഇതെല്ലാം. കരകൗശല വസ്തുക്കൾ, സ്കാർഫുകൾ, ചെറിയ ബാഗുകൾ, അലങ്കാര വസ്തുക്കൾ, പാവകൾ പലതരം. ഇതിനെല്ലാം ഇവിടെ വൻ വിലയാണ്. ടൂറിസ്റ്റുകളാണ് പ്രധാന ഉപഭോക്താക്കൾ എന്നതാവാം അതിനൊരു കാരണം. ടൂറിസം വലിയ തോതിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പെറുവിൽ. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒരു കാരണം ഇൻകാ സംസ്കാരത്തിന്റെ ഗരിമ വിളിച്ചോതുന്ന പ്രാചീന ജനവാസയിടമായിരുന്ന മാച്ചു പിച്ചു തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കച്ചവടക്കാരി എന്റെ അരികിലേക്ക് വന്നു. പെറൂവിയൻ പരമ്പരാഗത വസ്ത്രം ധരിച്ച സ്ത്രീ. കടലമിഠായിയും എള്ളുണ്ടയും വാഴയ്ക്ക ചിപ്സുമെല്ലാം ഉണ്ട് കൂടയിൽ. വാഴയ്ക്ക ചിപ്സ് നമ്മുടെ മാത്രം വിശേഷ വിഭവമല്ല. കേരളത്തിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലും ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. എള്ളുണ്ടയുടെ ഒരു പൊതി വാങ്ങി ഞാൻ നടത്തം തുടർന്നു. കച്ചവടക്കാരിയെ ക്യാമറയിൽ പകർത്തിയതിന് കൂലിയായി. കൊളോണിയൽ കാലത്തെ പാണ്ഡികശാലകൾ പോലുള്ള നീളൻ കെട്ടിടങ്ങളാണ് പാതയോരത്ത്. വലിയ ചേലില്ലാത്ത കെട്ടിടങ്ങൾ. കരബായ സ്ട്രീറ്റിന്റെ അങ്ങേയറ്റത്ത് മറ്റൊരു ക്ലാസിക് മന്ദിരമുണ്ട്. ഹൗസ് ഓഫ് പെറൂവിയൻ ലിറ്ററേച്ചർ എന്ന കെട്ടിടമാണത്. പ്രാദേശികമായി കാസ ഡെല്ല ലിറ്ററേറ്റുറ പെറുവിയാന എന്നറിയപ്പെടുന്ന കെട്ടിടം. ഒരു കൾച്ചറൽ സെന്ററും മ്യൂസിയവും ലൈബ്രറിയുമെല്ലാമാണ് അതിലുള്ളത്. ആ കെട്ടിടത്തിന് സമീപത്തേക്ക് നടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിനു മുന്നിൽ ഒരു ജംഗ്ഷനാണ്. അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാൽ എനിക്ക് പോകേണ്ട അടുത്ത കാഴ്ചയിലേക്കെത്താം. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം മലയാളികൾക്ക് സുപരിചിതമാണ്. അതിൽ പ്രമുഖമാണ് പെറൂവിയൻ സാഹിത്യം. മരിയോ വർഗാസ് യോസ ഉൾപ്പെടെയുള്ള പെറൂവിയൻ സാഹിത്യകാരന്മാർക്ക് മലയാളത്തിൽ വൻ സ്വീകാര്യതയുണ്ടല്ലോ. ഹൗസ് ഓഫ് പെറൂവിയൻ ലിറ്ററേച്ചർ പോലുള്ള സ്ഥാപനങ്ങൾ പെറൂവിയൻ സാഹിത്യത്തിന്റെ വ്യാപനത്തിനായി പ്രവർത്തിക്കുന്നവയാണ്. ഓരോ ജംഗ്ഷനിലേക്കും എത്തുമ്പോൾ ടൂറിസ്റ്റുകളുടെ വലിയ സംഘങ്ങളെ തന്നെ കാണാനാവുന്നു. 9 മണി കഴിഞ്ഞ നേരത്തുള്ള തിരക്കാണിത്. ടൂറിസ്റ്റുകളുടെ സമീപത്ത് വീടുകളിൽ നിർമ്മിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നടക്കുന്ന പെറൂവിയൻ സ്ത്രീകൾ. അമേരിന്ത്യൻ ഗോത്രത്തിന്റെയോ അമേരിന്ത്യരും യൂറോപ്യരും ചേർന്നുണ്ടായ സങ്കര വിഭാഗത്തിന്റെയോ പ്രതിനിധിയായ സ്ത്രീ.
അവരുടെ തനതു വേഷം ഇതാണ്: ഒരു തൊപ്പി, പുറത്തൊരു ഭാണ്ഡം, ഞൊറിവുകളുള്ള ചെറുപാവാട, ഇറുകിയ കാലുറയും. ഇതാണ് പെറൂവിയൻ ഗോത്രസ്ത്രീകളുടെ സാധാരണ വേഷം. തൊപ്പിയും ആ വേഷത്തിന്റെ ഭാഗം തന്നെ. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ രാജ്യത്തെ തനത് ഗോത്രജനതയെ ഞാൻ ധാരാളമായി കാണാനിരിക്കുന്നതേയുള്ളൂ. ടൂറിസ്റ്റ് സംഘങ്ങൾക്ക് കഥയും ചരിത്രവും പറഞ്ഞുകൊടുത്ത് ഗൈഡുകൾ കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ലിമയുടെ ഇളം തണുപ്പിലൂടെ അവരങ്ങനെ നടന്നു നീങ്ങുകയാണ്. ഞാൻ മാത്രമേ ഇവിടെ തനിയെ നടക്കുന്നുള്ളൂ. മറ്റുള്ള ടൂറിസ്റ്റുകൾ സംഘങ്ങളായാണ് നീങ്ങുന്നത്. സ്പാനിഷ് ഭാഷയുള്ള നാടുകളിൽ ഒരു ഗൈഡിന്റെ സഹായമില്ലാതെ കാഴ്ചകളിലേക്ക് സഞ്ചരിക്കുക തെല്ലു ദുഷ്കരമാണ്. എങ്കിലും ലാറ്റിൻ അമേരിക്കയിലൂടെയുള്ള നിരവധി യാത്രകളിലൂടെ ഞാൻ അതിനുള്ള കഴിവാർജിച്ചു കഴിഞ്ഞു. നേർരേഖ പോലെ നീണ്ടുകിടക്കുന്ന തെരുവുകൾ. ഒരു തെരുവ് മറ്റൊന്നിൽ ചെന്ന് സംഗമിക്കുന്നു. വശങ്ങളിൽ ക്ലാസിക് മന്ദിരങ്ങൾ. ആ തെരുവുകളെ അടുത്തറിഞ്ഞുകൊണ്ട് ലിമയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് ഞാൻ സഞ്ചാരം തുടർന്നു.